ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുന്നത് ജയിൽ ജീവനക്കാരുടെ ഓഫീസിന് അടുത്തുള്ള സെല്ലിൽ 24 മണിക്കൂറും ഉദ്യോഗസ്ഥർ ഉള്ള റൂമിന് മുൻപിലാണ് ഗോവിന്ദച്ചാമിയുടെ സെല്ലുള്ളത്. സെല്ലിനകത്ത് ഗോവിന്ദച്ചാമി മാത്രമാകും ഉണ്ടാവുക. അതീവ സുരക്ഷാ ജയിലിന്റെ താഴത്തെ നിലയിൽ ഉള്ള സെല്ലിൽ 24 മണിക്കൂറും CCTV നിരീക്ഷണവും ഉണ്ടാകും. MS ലിഷോയി ചേരുന്നുണ്ട്. ലിഷോയി, അങ്ങനെ അതീവ സുരക്ഷാ പഴുതുകൾ ഒന്നുമില്ലാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. എന്തൊക്കെ സുരക്ഷയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്? പ്രത്യേക നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് ഈ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ തൊട്ടടുത്തുള്ള ഉദ്യോഗസ്ഥർ അവിടെ അതിസുരക്ഷാ ജയിലിൽ സ്ഥിരമായി ഉണ്ടാകുന്ന റൂമിന് തൊട്ടടുത്തുള്ള സെല്ലാണ് നിലവിൽ ഗോവിന്ദച്ചാമിക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സെല്ലിലേക്ക് ഗോവിന്ദച്ചാമിയെ ഇന്നിപ്പോൾ അവിടേക്ക് എത്തിച്ചപ്പോൾ, അതായത് കണ്ണൂരിൽ നിന്ന് അതിസുരക്ഷാ ജയിലിലേക്ക് എത്തിച്ച സമയത്ത് അവിടേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഗോവിന്ദച്ചാമി ഒറ്റയ്ക്കാണ് ആ സെല്ലിലുള്ളത്. രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ പൂർണ്ണമായും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യത്തിൻ്റെ ഭാഗമായാണ് മുഴുവൻ സമയവും CCTV ക്യാമറകൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഉള്ള ജീവനക്കാരുൾപ്പെടെയുള്ള ആ റൂമിനോട് തൊട്ടടുത്തുള്ള സെല്ലിൽ തന്നെ ഗോവിന്ദച്ചാമിയെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത്. ഗോവിന്ദച്ചാമിക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്ന ആ സെല്ലിനകത്തും CCTV ക്യാമറകളുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ആവശ്യമെങ്കിൽ രാത്രി സമയങ്ങളിൽ കൂടുതൽ നിരീക്ഷണം ആവശ്യമെങ്കിൽ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ വിശ്വാസമുള്ള മറ്റേതെങ്കിലും സഹതടവുകാരനെ കൂടി അതിലേക്ക് മാറ്റാനായുള്ളൊരു നിർദ്ദേശവുമുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഗോവിന്ദച്ചാമിയെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ള ഒരു ജയിലാണ് തൃശ്ശൂർ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിൽ. അതിൽ 3 തരത്തിലുള്ള ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ കടന്നാണ് ഈ ജയിൽ സെല്ലിലേക്ക് എത്തുക. അതിന് പുറമെ ഏറ്റവും പുറമെ ഉള്ള ആ ഒരു മതിലിന് തന്നെ 8 മീറ്ററോളം ഉയരവുമുണ്ട്. അതിന് പുറമെ ഇലക്ട്രിക് ഫെൻസിങ്ങും ഉണ്ട്. കൂടാതെ 4 ഇടങ്ങളിൽ തോക്കുധാരികളായ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പൂർണ്ണമായും നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഉൾപ്പെടെയുള്ള വാച്ച് ടവറിന് മുകളിൽ നിൽക്കുന്ന സൗകര്യവും ഉൾപ്പെടെയുള്ളവ ഈ നിലവിൽ ഈ അതിസുരക്ഷാ ജയിലിലുണ്ട്. എന്തായാലും ഗോവിന്ദച്ചാമി ഇപ്പോൾ തൃശ്ശൂർ അതിസുരക്ഷാ ജയിലിലാണ് വിയ്യൂരിലുള്ള. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുമ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.